ഇന്ത്യ ഡ്രോണുകളുടെ ഒരു വമ്പൻ നിരയൊരുക്കുന്നു. ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ഇപ്പോഴും ഈ ഫോട്ടോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന ഡ്രോണുകളെക്കുറിച്ച് ഓർക്കും. അതല്ല, ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ തന്നെയാണ്, പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങൾ, അത്തരം കൂറ്റൻ വിമാനങ്ങൾ. അത്തരം ഡ്രോണുകൾ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളൊരു പുതിയ ഡ്രോൺ ഇറക്കുകയാണ്. പ്രൊഡേറ്റർ എന്നൊക്കെ പറയുന്ന വിഖ്യാതമായ, അല്ലെങ്കിൽ ബരാക്ടർ എന്ന് പറയുന്ന തുർക്കിയുടെ ഡ്രോണൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ വെല്ലുന്നൊരു ഡ്രോൺ. അത് നിർമ്മിക്കുന്നത് എലാൻറ്റി കമ്പനിയാണ്, ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊന്നും വാങ്ങുന്നത്, കാരണം നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നതിനൊപ്പം നമുക്കിത് വിൽക്കുകയും വേണം. നമ്മളിപ്പോൾ ഇപ്പോൾ ബൈരാക്ടർ ഡ്രോണുകൾ പോലെയുള്ള പ്രശസ്തമായ ഡ്രോണുകൾ ലോക മാർക്കറ്റിലുണ്ട്. നമുക്കും ഇന്ത്യൻ സ്വന്തമായ തദ്ദേശീയമായ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഡ്രോൺ. ഈ ഡ്രോൺ എന്നതിൻ്റെ പേരിട്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ പാകിസ്ഥാൻ മൂത്രമൊഴിക്കും. ഘാതക് എന്നാണ്. ഘാതക് 2. ഘാതക് എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ. നമുക്ക് ഘാതക് എന്ന് പറഞ്ഞൊരു വിഖ്യാതമായ ഒരു കമാൻഡോ ഫോഴ്സ് നമുക്കുണ്ട്. ജനറൽ വിപിൻ ചന്ദ്ര നമ്മുടെ കരസേനാ മേധാവി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഏത് ടെറൈനിലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന എന്തിനും ഘാതകാണ്. കൊല്ലുക എന്നത് മാത്രം, ഡു ഓർ ഡൈ എന്ന് പറയുന്നത്. 2 ലക്ഷ്യം, ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ വീഴുക. ഇതിനു വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തെടുത്ത ഇന്ത്യയുടെ ഏറ്റവും എലീറ്റായിട്ട്, മാർക്കോസ് പോലെയുള്ള കമാൻഡോകൾ പോലെയുള്ള ഏറ്റവും എലീറ്റായിട്ടുള്ള നമ്മുടെ കമാൻഡോ വിഭാഗമാണ് നമ്മുടെ ഘാതക്, ഇന്ത്യൻ ആർമിയുടെ ഘാതക് കമാൻഡോ. ഘാതക് കമാൻഡോ ഒരിടത്തിറങ്ങിയാൽ ആ പ്രദേശം വെടിപ്പായി എന്നാണ് അർത്ഥം. അപ്പോൾ ഘാതക് എന്നുള്ള പേര്, ഘാതക് 2, ഘാതക് 1 എന്ന് പറഞ്ഞാൽ ഘാതക് കമാൻഡോയാണ്. ഘാതക് 2 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോണുകൾ നമ്മൾ 1-2 അല്ല, 150 ഘാതക് ഡ്രോണുകളാണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി എലാൻറ്റി ഇപ്പോൾ ഉണ്ടാക്കി കൈമാറാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ പറയുന്ന ഈ എല്ലാം 5th ജനറേഷൻ വിമാനം വേണം, 4.5 തേജസ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഘാതക് ഡ്രോണുകൾ 4.5 ജനറേഷനാണ്. അപ്പോൾ ഏറ്റവും ആധുനികമായ ഡ്രോണാണ് അത്. അതായത് ഈ തേജസ് മാർക്ക് 2-ന് ഒപ്പം നിൽക്കുന്ന, അത് 4.5 ആണ് തേജസ് മാർക്ക് 2, അതിനൊപ്പം കിടപിടിക്കുന്ന ഡ്രോണുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഘാതക് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൻ്റെ ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ധാരണയുണ്ട്, ഈ കുഞ്ഞു സാധനം, എട്ടുകാലി പോലുള്ളൊരു സാധനം പറന്നു പോകുന്നത്. ആ ചിത്രം മാറാൻ വേണ്ടി ഈ ഘാതകിൻ്റെ ഭാരം പറയുന്നുണ്ട്. 13 ടൺ ഭാരമുണ്ട്. 1300 കിലോ. 13 ടൺ. അപ്പോൾ 13 ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലായല്ലോ, കൂറ്റൻ സാധനമാണ്. അപ്പോൾ ഒരു ഇടത്തരം ട്രക്കിൻ്റെ വലിപ്പം ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത്ര ചെറിയ സാധനമല്ല. അത് മാത്രമല്ല, ഇവന് റഡാറുകളുടെ കണ്ണിൽപ്പെടത്തില്ല. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ട്. മറ്റ് റഡാറുകൾ കാണത്തില്ല, മറ്റ് റഡാറുകളെ ജാം ചെയ്യാം. ഇതിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, നമ്മൾ ഇപ്പം നമ്മുടെ യുദ്ധവിമാന പദ്ധതിക്കൊക്കെയാണ് അമേരിക്കൻ മെഷീൻ എഞ്ചിൻ കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പോകുന്ന കാവേരി എഞ്ചിനാണ്. ഇന്ത്യൻ നിർമ്മിത തദ്ദേശീയമായ തെളിയിക്കപ്പെട്ടിട്ടുള്ള ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കാവേരി എഞ്ചിനാണ് ഘാതക് 2 ഡ്രോണിന് വെക്കുന്നത്. പിന്നെ അതിന് ടെക്നിക്കൽ സാധനമാണ്, അതായത് ആഫ്റ്റർ ബർണർ ഇല്ലാതെ ഇതിന് 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കിട്ടും ഉയരാൻ എന്ന് പറയുന്നു. അത് ടെക്നിക്കലാണ്, എനിക്കറിയത്തില്ല. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, 3.7 ടൺ 13 ടൺ ഭാരമുള്ള ഇതിന് 3.7 ടൺ ഇന്ധനം വഹിക്കാൻ പറ്റും. അപ്പോൾ ഇത് തുടർച്ചയായി 8 മണിക്കൂർ പറക്കും. 1000 കിലോമീറ്റർ വരെ ദൂരെ ചെന്നിട്ട് ആക്രമിക്കാൻ കഴിയും. പിന്നെ 1000 കിലോമീറ്ററേ പോകാൻ പറ്റുന്നുണ്ട്, പിന്നെ 8 മണിക്കൂർ എന്തിനാണ് പറക്കുന്നത് ചോദിച്ചാൽ, പല സ്ഥലത്ത് പോകാം. വേണ്ടി വന്നാൽ ഇവനെ ഒരു പൊസിഷനിലെത്തിയിട്ട്, ഒരു ആൾട്ടിറ്റ്യൂഡിലെത്തിയിട്ട് അവിടെ സ്റ്റേഷൻ ചെയ്യാൻ പറ്റും. ഇവനവിടെ നിൽക്കും മുകളിൽ. അപ്പോൾ ഒരാൾ ഒരു കാറിൽ വരുന്നുണ്ട്, അവനെ പിടിക്കണം, ഡ്രോണിനെ അയക്കുക. ഇവൻ ആകാശത്ത് പോയി കൃത്യം വരുന്ന സ്ഥലത്ത് പോയി നേരത്തെ പോയി അവിടെ ലാൻഡ് ചെയ്യല്ല, അവിടെ പൊസിഷൻ എടുത്ത് നിൽക്കും. വരുമ്പോൾ അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഈ 8 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോകും. ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഇനി മറ്റൊന്നുള്ളത്, 1500 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ പറ്റും. അതിനകത്ത് ബ്രഹ്മോസ് NG മിസൈല്, എയർ ടു എയർ മിസൈല്, ബോംബുകൾ,
എല്ലാം വഹിക്കാൻ കഴിയുന്നതാണ് ഈ നമ്മുടെ ഘാതക ഡ്രോണുകൾ. ഈ ഘാതക ഡ്രോണുകളെ സംബന്ധിച്ച് 2 തരത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, സുഖോയ് വിമാനങ്ങളുമായി ഇത് അറ്റാച്ച് ചെയ്തിട്ട് സുഖോയ് വിമാനങ്ങളിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ താഴെയുള്ള കമാൻഡ് സെൻറ്ററിൽ നമ്മൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന പോലെ ഇവന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഡ്രോണുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ സമീപകാലത്ത് ഈ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡ്രോണുകളുടെ ഒരു സാധ്യത വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്കും ഏറ്റവും ആധുനികമായ ഡ്രോണുകൾ വേണം. നമുക്ക് ഡ്രോണുകൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളിപ്പോൾ എന്ത് സാധനവും നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഉപയോഗിക്കണം, നമുക്ക് വിൽക്കുകയും വേണം. അതെ. അപ്പോൾ ഗ്ലോബൽ ആംസ് ഡീലിൻ്റെ കാര്യത്തിൽ ഒരു ഡീലർ എന്ന നിലയിൽ ഒരു വിഖ്യാതമായ ഏറ്റവും കൊള്ളാവുന്നൊരു പൊസിഷൻ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധ്യമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പലതവണ പറഞ്ഞതാണ്, മോദി വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഓർഡിനൻസ് ഫാക്ടറികൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ കമ്പനിയാക്കുകയും പുതിയ സംരംഭങ്ങൾക്ക് അവസരങ്ങൾ, സ്റ്റാർട്ടപ്പുകൾക്കും ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്കുമൊക്കെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് സാധനം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു. ഇപ്പോൾ വലിയ തോതിൽ നമുക്ക് ആയുധങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ടാറ്റ ഉണ്ടാക്കുന്നുണ്ട്, മഹീന്ദ്ര ഉണ്ടാക്കുന്നുണ്ട്, അദാനി അദാനി ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പോൾ L&T ഉണ്ടാക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യക്ക് വേണ്ടുന്ന ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ സംരംഭകർ കൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം കിട്ടും, കൂടുതൽ വേഗത്തിൽ കിട്ടും. കാരണം അവരോട് നമ്മൾ പറയുകയാണ്, നീ ഇപ്പം ഒരു 150 എണ്ണം 6 മാസത്തിനകത്ത് തന്നില്ലെങ്കിൽ ഞാനിത് അദാനി കൊടുക്കും. കോമ്പറ്റീഷനാണ്. പിന്നെ ഇത് വളരെ കൃത്യമായി നമ്മൾ പരിശോധനകളൊക്കെ ഇവരുണ്ടാക്കുന്നെങ്കിൽ പോലും ഇതിൻ്റെ ഫൈനലും അതിൻ്റെ സ്പെസിഫിക്കേഷനും ഒക്കെ തീരുമാനിക്കുന്നത് പ്രതിരോധ വകുപ്പാണ്. അവർ പറയുന്ന തരത്തിലുള്ള സാധനം ഉണ്ടാക്കേണ്ടത്. ഇപ്പം ഈ നമ്മൾ സൈന്യത്തിന് വേണ്ടി ഇപ്പോൾ ടയോട്ടയാണെങ്കിലും മഹീന്ദ്രയാണെങ്കിലും, ഇപ്പോൾ മഹീന്ദ്രയുടെ സ്കോർപിയോ പോലെയുള്ള വണ്ടികൾ, സഫാരി പോലെയുള്ള വണ്ടികളൊക്കെ ടാറ്റയുടെ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പക്ഷേ നമുക്ക് പൊതുജനത്തിന് കിട്ടുന്ന സാധനം അല്ല, മിലിറ്ററിക്ക് കൊടുക്കും. അവർക്ക് ആവശ്യമുള്ള തരത്തിൽ അത് സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രോങ് ആക്കി ബുള്ളറ്റ് പ്രൂഫ് സൗകര്യം വേണമെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് പേര് മാത്രം ഈ കമ്പനിയുടെ സഫാരിന്നോ സ്കോർപിയോ എന്നൊക്കെ ഉണ്ടായിരിക്കും. ഓർക്കുന്നില്ലേ, പ്രധാനമന്ത്രി മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര മുഴുവൻ ടാറ്റ സ്കോർപിയോ അല്ല ടാറ്റ സഫാരി കട്ട് അദ്ദേഹത്തിൻ്റെ യാത്രയെല്ലാം മഹീന്ദ്ര സ്കോർപിയോയിലായിരുന്നു. സ്കോർപിയോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട, അതിൻ്റെ മാത്രമല്ല അതിൻ്റെ ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് SPG പറഞ്ഞു പറ്റത്തില്ല, മഹീന്ദ്ര ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എവിടെയാണ് സേഫ്റ്റിയാണ്. അപ്പോൾ മഹീന്ദ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ബുള്ളറ്റ് പ്രൂഫ് പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടുന്ന SPG പറയുന്ന തരത്തിൽ ഞങ്ങൾ സ്കോർപിയോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും അതിന് ക്ലിയറൻസ് കിട്ടിയില്ല. അല്ലെങ്കിൽ മോദി ഇപ്പോഴും സ്കോർപിയോയിൽ വന്നേനെ. ഇപ്പോൾ വരുന്ന മറ്റേ റേഞ്ച് റോവർ പോലെയുള്ള വണ്ടികളാണ്. അത് ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള വണ്ടി ആയതുകൊണ്ട് അത് നമ്മൾ കാണുന്ന നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റേഞ്ച് റോവറൊന്നുമല്ല. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ട് കുറേ അധികം ആയുധങ്ങൾ, ഡ്രോണുകൾ ഇതെല്ലാം ഉപയോഗിക്കും. പണ്ട് നമ്മളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത്ര വിദഗ്ധരായ ശാസ്ത്രജ്ഞരുണ്ട്? ഇതൊക്കെ എന്താ പഴയ കാലത്ത് ഭരണാധികാരികൾ മനസ്സിലാക്കായിരുന്നത്? ഒരു 10-12 വർഷം കൊണ്ടല്ലേ നമ്മൾ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റത്തിലേക്ക് എത്തിയത്? പറഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയാവും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 2014 എന്നൊക്കെ ചോദിച്ചു പറയും. കാരണം നമ്മുടെ രാജ്യത്ത് ഇതിനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, ശേഷിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യം ഭരിച്ചവർക്ക് വിഷൻ ഇല്ലായിരുന്നു. അവർക്ക് ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാലേ കമ്മീഷൻ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആളുകളുടെ ഒരു കുടുംബം രാജ്യം ഭരിച്ച് അവരുടെ ആസ്തിയും സമ്പത്തും കൂട്ടുക അല്ലാതെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ വളരെ വ്യാപകമായി ചെയ്തിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ച കാലത്ത് രാജ്യത്തൊന്നും നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ നടന്നു. അതൊക്കെ സ്വാഭാവികം. ആര് ഭരിച്ചാലും കുറേ കാര്യങ്ങൾ നടക്കും, അല്ലേ? അതിനപ്പുറത്തേക്ക് അല്ലേ? അതെ, ആര് ഭരിച്ചാലും റോഡുണ്ടാവും, ആര് ഭരിച്ചാലും തീവണ്ടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു ഭരണം നടക്കണമെങ്കിൽ എന്തിനാ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് റെയിൽവേ കൊണ്ടുവന്നത്? എന്തിനാ ബ്രിട്ടീഷുകാരൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്? അവൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണല്ലേ, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരുടെ ഭരണം സുഗമമാക്കാൻ വേണ്ടി റോഡുണ്ടാവണം, റെയിലുണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. എന്നാൽ നിങ്ങൾ ആധുനിക ട്രെയിനുകൾ ഉണ്ടാക്കിയോ, ശുചിത്വമുള്ള ട്രെയിനുകൾ ഉണ്ടാക്കിയോ, അതിവേഗ ട്രെയിനുകൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഉത്തരം മുട്ടുന്നത്. അല്ലാതെ കോൺഗ്രസ് ഉണ്ടാക്കിയതിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഘാതക് ഡ്രോണുകളുടെ ഒരു വിശേഷം 1000 കിലോമീറ്റർ പറക്കാൻ പറ്റും ഒറ്റയടിക്ക്. അതും ആളില്ലാത്ത വിമാനം. 1000 കിലോമീറ്റർ പറക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി കൊണ്ടുവച്ചാൽ ലാഹോറിലാണെങ്കിലും കറാച്ചിയിലാണെങ്കിലും റാവൽപിണ്ടിയിലാണെങ്കിലും ഘാതകന് എന്നിട്ട്
അറ്റാക്ക് ചെയ്യാം, പരിപാടി നടത്തി തിരിച്ചു പോരാൻ. എന്ന് വെച്ചാൽ നമ്മുടെ മിസൈലൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതി അല്ലേ? 1000 കിലോമീറ്റർ ചെന്നിട്ട് 1000 കിലോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ? പാകിസ്ഥാനിലോട്ട് മിസൈൽ അയക്കാൻ അവിടെ ചെല്ലേണ്ട കാര്യം, നമ്മൾ ഇവിടെ നിന്ന് വിട്ടാൽ അവിടെ ചെന്ന് വീഴും. അവൻ്റെ സാധനം ഇവിടെ വീഴത്തില്ല, പക്ഷേ നമ്മുടെ സാധനം അവിടെ കൃത്യമായിട്ട് വീഴുമെന്ന് നമ്മൾ തെളിയിക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. ഏതായാലും ഈ പറഞ്ഞ പോലെ മിസൈൽ വളരെ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് അല്ല, നേരെ ഓളി ചെന്നിട്ട് താഴത്തോട്ട് സാധനം ഇടാൻ പറ്റും ഘാതകൻ എന്ന് പറയാം. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ ഘാതകൻ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുകയാണ്. ഒന്നല്ല 150 എണ്ണം.